ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കാൽക്കുലസ് 3 അല്ലെങ്കിൽ പ്രീ കാൽക്കുലസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ നല്ല ഈസിയാണ് സംഭവം സത്യം പറഞ്ഞാൽ. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ചെയ്താൽ മതി. നമ്മളിത് യൂണിറ്റ് വെക്ടർ നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് സെയിം ആസ് 2i + 3j. അതുപോലെ തന്നെ ബി എഴുതുകയാണെങ്കിൽ 5i - 4j. നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇതാണ് എക്സ് വാല്യൂ, vy എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ 3 × 4 എന്ന് പറയുന്നത് 3 × -4 എന്ന് പറയുന്നത് -4 എന്ന് പറയുന്നത് 12 ആണ്. സോ 10 - 12 എന്ന് പറയുമ്പോൾ -2 ആണ്. സോ ഇതാണ് അതിൻ്റെ ആൻസർ. സോ എന്താണ് നമ്മൾ ഒരു വെക്ടർ നൊട്ടേഷനിൽ എഴുതിയിട്ട് ഇപ്പോൾ നമുക്ക് സ്കാലർ ആയിട്ടുള്ളത് സ്കെയിലർ നൊട്ടേഷനിൽ നമുക്ക് കിട്ടുന്നതാണ് നോക്കുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സ്കാലാർ വെക്ടറിലായിരിക്കും. സോ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, അതായത് ഒരു നമ്പർ. ഓക്കെ, ഇതാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൽ നോക്കുന്നത്. സോ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാം. സോ അടുത്ത പ്രോബ്ലം ഇതാണ്. നമുക്കറിയാം ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. സോ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 8 × 4 എന്ന് പറയുന്നത് -8 × -4 എന്ന് പറയുന്നത് -32 ആണ്. അതുപോലെ തന്നെ -9 × 3 എന്ന് പറയുന്നത് എത്രയാണ്, -27 ആണ്. ആൻഡ് 4 × -7 എന്ന് പറയുന്നത് 28 ആണ്. സോ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്താണ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടിയത്, -87. സോ അത്രേ ഉള്ളൂ ഗൈസ്. സോ ബൈ.